ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അടിപൊളി ഒരു മധുരമുള്ളൊരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓവർ മധുരമില്ല. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അതൊന്ന് കുതിർത്ത് വെക്കണം എന്ന് വെച്ചാൽ ഒരു പുഡിങ്ങാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു കവറ് പാൽ, ഇതിന് അളവ് ഒരു കപ്പ് നമ്മളുള്ള ഇഷ്ടത്തിന്. എനിക്ക് ഈ അളവ് ബേസ് പറയാൻ അറിയത്തില്ല, അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഒരു കവറ് പാൽ അതുപോലെ ഒഴിക്കണം. പക്ഷേ ഇതിനകത്തൊക്കെ ഈ പുഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ അളവ് മസ്റ്റായിട്ടും വേണം. എനിക്കൊരു കണക്കുണ്ട്. അപ്പോൾ നമ്മൾ ബട്ടർ ഇടണം, അതും ഉപ്പില്ലാത്ത ബട്ടർ ഉണ്ടല്ലോ അത്, പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം, അതൊരു പാക്കറ്റ് മൊത്തത്തിൽ ഒഴിക്കുന്നുണ്ട്. ഞാൻ ചെറിയൊരു പാക്കറ്റല്ലേ, അപ്പോൾ അത് ഞാൻ മൊത്തത്തിൽ ഫുള്ള് ഞാൻ ഇടുന്നുണ്ട്. അവസാനം അടിയിൽ വെള്ളം കാണുമല്ലോ, അത് ശരിയാവും. ഫ്രഷ് ക്രീം ഇതില്ലെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ആയാലും മതി കേട്ടോ, അതായാലും മതി. വിപ്പിംഗ് ക്രീം ഇത് കലക്കിയിട്ടാലും മതി. നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കണം. മിൽക്ക് മെയ്ഡ് ആവശ്യത്തിന് മതി. ഇത് ഞാൻ ഓവർ മധുരമില്ല, മധുരം കുറയത്തില്ല, ആ ഒരു ഇതിലാണ് ഉണ്ടാക്കുന്നത്. മിൽക്ക് മെയ്ഡ് കുറച്ച് എഴുതുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കൈ വന്നിട്ട് പോകുന്നുണ്ട്. ഇവർ പരിപാടി ഇതാണ്, മിൽക്ക് മെയ്ഡ് തുറക്കുന്നത് ഉടനെ ഉണ്ട് രണ്ടുപേർ അവിടെ മൊത്തത്തിൽ ഉണ്ടോ, ഒരാളെ വായിലോട്ട് പോയി കുറച്ച് മിൽക്ക് മെയ്ഡ്, അടുത്ത ആളെ വായിലും പോയി. അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പഞ്ചസാര ഇടണം. 2 ടീസ്പൂൺ 3 ടീസ്പൂൺ മതി പഞ്ചസാര. രണ്ട് മിൽക്ക് മെയ്ഡ് പോരെന്ന് പറഞ്ഞു വെച്ചാൽ വീണ്ടും എടുത്ത് തട്ടുന്നുണ്ട്. പഞ്ചാര എണ്ണ കുറച്ചിട്ട് കൊടുക്കാം. പക്ഷേ നമ്മൾ ആവശ്യത്തിന് മധുരം വേണമല്ലോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ മറ്റേ ചൈന ഗ്രാസ് ഇത് അവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്, അതിപ്പോൾ ഇടണ്ട. ഇതങ്ങോട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ചൈന ഗ്രാസ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം. പാല് തിളയ്ക്കാൻ വെച്ചിട്ട് പിന്നെ കുറേ നേരം ഇട്ട് ഇളക്കാൻ പാടില്ല. ഇത് മിക്സ് ആയിട്ട് ഉടനെ നമ്മളൊരു വാനില എസൻസ് ഒഴിക്കണം. വാനില എസൻസ് മസ്റ്റായിട്ട് ഇടണം, ഒരു ഫ്ലേവർ അറിയാൻ വേണ്ടിയാണ്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് നമ്മൾ ഏത് ട്രെയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആ ട്രെയിലോട്ട് സെറ്റ് ചെയ്യാൻ വെക്കണം. ഇത് സെറ്റ് ആവണം. തണുത്താറിയിട്ട് നമ്മളിത് ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. തണുത്താറിയിട്ട് ഫ്രിഡ്ജ് വെച്ച് സെറ്റായിട്ട് നമുക്ക് അടുത്തൊരു ലെയർ ഒഴിക്കണം. ഇത് ഞാൻ തെറിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒഴിക്കുന്നത്, പക്ഷേ അവിടെ എല്ലാം തെറിച്ചു. ആ ഐഡിയ പോയി. പിന്നെ തിരിച്ച് വെച്ചിട്ട് ഒന്നുകൂടെ ഒഴിക്കുന്നുണ്ട്. ഈ കരണ്ടി സ്പൂൺ വെച്ചാൽ ഈ നമ്മൾ തെറിക്കില്ല എന്ന് പറയും, പക്ഷേ അതൊന്നും നടക്കില്ല. നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ ഡയറക്റ്റ് ഒഴിക്കുന്നുണ്ട്. അത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ലെയറായിട്ട് ഉണ്ടാക്കാൻ വേണം. നമ്മളത് ഇതുണ്ട്, ഒരു ജെല്ലിയാണ്, ജെല്ലി കളറാണ്. നമ്മൾ സ്ട്രോബെറിയുടെ ജെല്ലി കളറാണ് നോക്കിയത്, പക്ഷേ കിട്ടിയത് പൈനാപ്പിളിൻ്റെയാണ്. അപ്പോൾ അത് നമ്മൾ വേറെ പാത്രത്തിൽ എടുത്തിട്ട് സ്ട്രോബെറിയുടെ ജെല്ലി പൗഡർ ഇട്ടിട്ട് അത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, മിക്സ് ചെയ്യണം. കട്ടകളൊക്കെ കാണില്ല. എന്നിട്ട് ചെറിയ ചൂട് വെള്ളം ഉണ്ടല്ലോ, ആ ചെറിയ ചൂട് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട്, ചെറിയ ചൂട് വെള്ളമല്ല മതി, തിളക്കിയൊന്നും വേണ്ട. എന്നിട്ട് നമുക്കൊരു ഫുഡ് കളർ ആഡ് ചെയ്യാം. പിങ്ക് ജെല്ലി കളർ, നമ്മൾ പിങ്ക് കളറുണ്ടല്ലോ സ്ട്രോബെറിയുടെ, ആ കളർ കുറച്ച്, നല്ല റെഡ് കളർ 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. അത് ഞെക്കിയിട്ട് വരുന്നില്ല, കുറച്ച് ദിവസമായി ഫ്രിഡ്ജിൽ അതിൻ്റെ കട്ട പിടിച്ചത്. അത് ഇളക്കിയിട്ട് ഞാൻ വെളിയിലെടുത്ത് വെച്ചിട്ട് ഇത് ഇളക്കണം. പക്ഷേ ഇതെനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഇച്ചിരി വെള്ളം കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും കളയാൻ പറ്റത്തില്ലല്ലോ, വേറെയും ഇല്ല. അപ്പോഴത്തേക്ക് ഇത് സെറ്റായി എന്ന് പറഞ്ഞ് ഒഴിച്ചപ്പം ഡയറക്റ്റ് ഇങ്ങനെ കുത്തി ഒഴിക്കാൻ പാടില്ലായിരുന്നു. പതുക്കെ ഒരു സ്പൂൺ സൈഡിൽ വെച്ചിട്ട് ഒഴിക്കുക. അപ്പോൾ കുത്തി ഒഴിച്ചപ്പം അവിടെ നിന്ന് നടുക്ക് കണ്ട പൊട്ടിപ്പോയണ്ട. എന്ത് വരട്ടം വെച്ച് നമ്മൾ ഒഴിച്ചു, എന്തായാലും ഉണ്ടാക്കിപ്പോയില്ലേ, എന്നും ഒരുപോലെ വരത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് തണുത്താറിയിട്ട്, ഞാനിപ്പോൾ രാത്രി ഓവർനൈറ്റാണ് വെക്കുന്നത്, അല്ലെങ്കിൽ അരമണിക്കൂർ വെച്ചാലും മതി. ഇതാ നമ്മൾ പുഡിങ് ഇവിടെ റെഡി ആയതുകൊണ്ട് കാണാൻ ഈ മുകളിൽ കണ്ടോ, മറ്റേ പൊട്ടിപ്പോയതിൻ്റെയാണ്, അല്ലെങ്കിൽ സൂപ്പർ ജെല്ലി നമ്മൾ ഐസ് ക്യൂബൊക്കെ വരുന്ന കണക്ക് വരും. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അതായത് ഞാൻ ആദ്യം പിച്ചാത്തി കൊണ്ട് കട്ട് ചെയ്തപ്പോൾ നോക്കിയപ്പോൾ അടിയിലെ ലെയർ ഒന്നിട്ട് കൂടെ കട്ടിയാവണമായിരുന്നു. അത് കട്ടിയാവതുകൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ട് എടുത്ത് കാണിച്ചു തരാം. അതാണ്ട നല്ല അടിപൊളി ക്രീമി ആയിട്ട് വരുന്നത്. പക്ഷേ ഈ മുകളിലത്തെ ലെയർ ഇങ്ങനെയല്ല ഇരിക്കുന്നത്, ക്യൂബ് കണക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ പുഡിങ്ങിന് ആദ്യം നമുക്ക് എന്നത്തെയും പോലെ നുസ്രാക്ക് തന്നെ കൊടുത്ത് നോക്കാം. നുസ്രാക്ക് കൊടുത്ത് നോക്കാം, നുസ്രയുടെ അഭിപ്രായം നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നുണ്ട്, സൂപ്പറാന്ന് പറയുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.